வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா கல்யாணத்தேன் நிலா காய்ச்சாத பால் நிலா. என்னோடு வானிலா தீயாத வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா கல்யாணத்தேன் நிலா காய்ச்சாத பானிலா. Thank you. സർഗ എന്തോ സൂപ്പർ നൈസ് സോങ് സെലക്ഷൻ. രാഗ ബേസ്ഡ് ഓൺ ഇത് ഏത് രാഗമാണ്? ദർബാരി കാനഡ. എന്താന്ന്? ദർബാരി കാനഡ. പറയൂ രാഗത്തിന്റെ പ്രത്യേകതകൾ. 20ാമത്തെ മേളകർത്താ രാഗമായ നടഭൈരവിൽ നിന്ന് ജനിച്ച രാഗമാണിത്. വേറെ പാട്ടുകൾ? 1000 പാദസരങ്ങൾ, ധ്വനിതരംഗ തരളം, പിന്നെ സാർ ചെയ്ത കരയാതെ കണ്ണുറങ്ങ് ഇതിലാണോ സംശയമുണ്ട്. ആണോ ശരത് സാർ? അവളുടെ സംശയം അത് ആ മേളകർത്താ രാഗത്തിൽ തന്നെയാണ് മോളെ. ആ നടഭൈരവിയിലാണ് ആ പാട്ട്, കരയാതെ കണ്ണുറങ്ങ്. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ശരത് സാർ മോളെ നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ സോങ് കേട്ടോ, ഉഗ്രം പാട്ട്. മോളെ ഈ ഫിലിം കണ്ടുണ്ടോ മൗനം സമ്മതം? ഇല്ല. അത് കാണണ്ടേ, പ്രത്യേകിച്ച് ഒരു മലയാളിയായിരുന്നിട്ട്. മനുഷ്യ ഈ പാട്ടിന്റെ പ്രത്യേകതയും കൂടി ഒന്ന് ചോദിക്കും. ഈ പാട്ടിന്റെ പ്രത്യേകത
ഇത് ദർബാരി കാനഡ രാഗത്തിലാണ്. കാനഡയൊക്കെ അവിടെ വേറെ ഒരു പ്രത്യേകതയും ഇല്ല ഈ പാട്ടിന്. അതിന്റെ എല്ലാ വരിയുടെ ലാസ്റ്റും ലാല വെച്ചിട്ട് അത് അർത്ഥത്തോടെയാണ്, അല്ല ചുമ്മാ നീ വന്നപ്പോൾ ലാ പിന്നെ ഞാൻ കണ്ടു ലാ അങ്ങനല്ല, അത് അർത്ഥത്തോടെയാണ് എഴുതിയേക്കുന്നത് അതെ. കേട്ടോ. ആ. പിന്നെ മക്കളെ ഇത് ദർബാറി കാനഡ അല്ല കേട്ടോ, നമ്മുടെ കാനഡ അല്ല. കാര്യം അതിന് ഒരു സ്വഭാവമുണ്ട്. ദർബാറി കാനഡയ്ക്ക് ചെറിയ ദൈവതമുണ്ട്, ഇതിനകത്ത് ചെറിയ ദൈവതം ഉണ്ടോ? ഇപ്പം 1000 പാദസരങ്ങൾ അതൊക്കെയാണ് നമ്മൾ ദർബാറി കാനഡ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ദൈവതം ഉണ്ടോ ഈ പാട്ടിൽ? ഇല്ല, ദൈവതയില്ല. അപ്പം നമ്മുടെ കാനഡ ഏതാണ്? അതല്ല നമ്മുടെ കാനഡ. കാനഡയുടെ ഒരു സ്വഭാവമുണ്ട് തുടക്കത്തിൽ അല്ലേ? അതെനിക്ക് തോന്നുന്നത് രാജാ സാറിന്റെ ബ്രില്യൻസ് ആണ്. സാറിത് കമ്പോസ് ചെയ്തേക്കുന്നത് പഗ മരേ ഗസ രേനി സപ അവിടം വരെ ഉണ്ട് അല്ലേ? അത് ഒരു ട്യൂണായിട്ട് വരുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അതല്ല അതിന് സത്യമായിട്ട് പറയേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ രാജാ സാറിൻ്റെ ബ്രില്യൻസ് ഇത് മോർ ഓഫ് നമുക്ക് കേൾക്കുമ്പോൾ സൗണ്ട് ആവുന്ന ഇപ്പോൾ തീനാനി നീന തേരീരറാനീന അതൊക്കെ മധ്യമാവധി ഫീൽ ധീരാരി ധീരരാ അവിടെ മാത്രമാണ് ഒരു ഗാ വരുന്നത് അല്ലേ? ഇത് മണിരംഗം എന്ന് പറഞ്ഞൊരു രാഗമാണ്. പക്ഷെ അതിൽ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഗാന്ധാരി യൂസ് ചെയ്യും. ഇല്ലെങ്കിലൊന്നും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ്പലതിക ഇതിലാകുമ്പോൾ ചെയ്യാം. പക്ഷെ ഇത് ദർബാറി കാനഡ അല്ല മോളെ കേട്ടോ, നമ്മുടെ മറ്റേ സാധാരണ കാനഡയോ അല്ല. അപ്പം നമുക്കിതിങ്ങനെ വെച്ചോ. അത് രാജാ സാറിൻ്റെ ഒരു ക്രാഫ്റ്റ്, അദ്ദേഹത്തിന് തോന്നിയത്. ഇനി വേറൊരു ഇതിന് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ പാട്ടിനെ കുറിച്ച്. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ട്യൂൺ ഈ ഒരു കണക്റ്റഡ് ആയിരുന്നില്ല. താരാ താനി ദാരാ ദാരി ദേ താരി എന്നായിരുന്നു. അത് കന ഉല തരും നില കന്താരി അങ്ങനെ ആയിരുന്നു രാജാ സാറ് ചെയ്തത്. ഇത് സാറ് പറഞ്ഞാണ് കേട്ടോ. ഇതിങ്ങനെ താനാ 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 എന്ന് പറയുമ്പോൾ അതിന് വാക്കുകളും വളരെ കുറവല്ലേ, എത്ര ചൊല്ലി എഴുതിക്കൊണ്ടിരിക്കും. അപ്പം ഇത് എഴുതിയതാരാണ്? കവിജ്ഞർ പുലമൈ പിത്തൻ സാറാണ്. പുലമൈ പിത്തൻ സാറ് ഞാനൊരെണ്ണം എഴുതി തരാം, അത് കേട്ട് നോക്ക്, ഓക്കെ ആണെങ്കിൽ വെക്കില്ലെങ്കിൽ ഞാൻ തനാന്ന് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ് കല്യാണത്തേനില എന്നുള്ള പാട്ട്. അപ്പോൾ അത് കണക്റ്റഡായി, തനിത്തനായിട്ട് നിന്ന താരാ താനാ താരാ എന്നുള്ളത് കണക്റ്റഡായി ആ ട്യൂണെല്ലാം കൂടെ ഈ വരികൾ കൊണ്ട്. അത് സാറ് അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, പുലമൈ പിത്തൻ എന്നുള്ള ആ മഹാകവിജ്ഞരുടെ കഴിവാണ്. അപ്പോൾ അത് രാജാ സാറ് പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞു കേട്ടുള്ളത് ഞാൻ കേട്ടോ. അപ്പോൾ മക്കളെ അതൊക്കെയാലും കൊള്ളാം. ഇതാരാ പാടിയേക്കുന്നത്? യേശുദാസ് സാറും ചിത്രാമ്മ. ഓ എൻ്റെ ദൈവമേ, 2 പേര് നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനങ്ങൾ. ഒന്നും പറയാനില്ല, ഒരു അൾട്ടിമേറ്റ് ആളുകളാണ്. ദാസേട്ടനാണെങ്കിലും ചിത്ര ചേച്ചി ആണെങ്കിലും. അപ്പോൾ മോളെ ഈ പ്രധാനമായിട്ട് ഈ ഒരു പാട്ടിലൊരു സംഗതിയാണ് കല്യാണത്തേനില എന്നുള്ളത്. അതൊരു ക്ലാരിറ്റി വേണ്ടേടാ. എന്താ പറയുക, ഇങ്ങോട്ട് മൂളുന്നു തോന്നി പാടി കേൾപ്പിക്കൂ. അതിനെപ്പോഴും ക്ലാരിറ്റി മോളെ, ഇപ്പോഴും ഒരടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു കൃത്യത വേണം. പിന്നെ ആകായം മണ്ണില അത് പാടിക്കേ. ആകായം മണ്ണില അതിനൊരു ഒഴുക്കില്ല. കല്യാണത്തേൻ അത് ഒരു ഫ്ലോ വേണം മോളെ. അത് അവിടെ ഒരു മോക്കെന്തോ ഒരു പിടുത്തം. ഒന്ന് അനുപല്ലി വെച്ചാൽ ഏതെങ്കിലും പാടാവും മോളെ.
தீராத ஊடலா தேன் சிந்தும் கூடலா என் அன்பு காதலா என்னாலும் கூடலா பேரின்பம் மீனா நீ தீண்டும் கையிலா பார்ப்போமே ஆவலா வானிலா. അവിടെ അതും ഒരു ഒഴുക്ക് വേണം അവിടെ ഒരു ഇടയ്ക്കൊരു ബ്രേക്ക്. വാനില ശ്രുതി കുറച്ചും കൂടെ പിച്ച് ശ്രുതിയിൽ കേട്ടോ. അത് അപ്പം മോളെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. അപ്പം മക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊരു എടാ ഇത് എന്താ പറയണ്ടേ, ഈ രാഗാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ എന്താ വേറെ ഏതെങ്കിലും രാഗം കാണും, വേറെ ഏതെങ്കിലും പേരിൽ. അപ്പോൾ എനിക്കത് എൻ്റെ തലയിൽ ഓർമ്മയും വരുന്നില്ല, എനിക്ക് കേട്ടതായിട്ട് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ മോളെ. എന്തൊക്കെയാലും മറ്റേ രണ്ട് കാനഡകളും അല്ല. അപ്പോൾ എന്തൊക്കെയാലും നോക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, രാജാ സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഏതിലാണ് സാർ ചെയ്തതെന്ന് ചോദിച്ചു പറയാം. താങ്ക് യു മോളെ. താങ്ക് യു ശരത് സർ. രമ ചേച്ചി. ഹായ് സർഗ. എന്തോ ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഇതിനെക്കുറിച്ച് നമ്മളുടെ പാട്ടിനെ കുറിച്ചും ആ പാട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ സാർ തന്നെ പറഞ്ഞു. അതിൻ്റെ പുറകിലുള്ള കഥകളും എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവങ്ങളാക്കി എടുക്കുക. നെക്സ്റ്റ് എപ്പിസോഡ്സിലൊക്കെ ഇത് മനസ്സിലാക്കി അറിഞ്ഞ് കുറച്ചും കൂടെ രാഗത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് പഠിച്ച് പാടുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു രമ ചേച്ചി. ഷാനിക. സർഗ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഈ മനുഷ്യൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആകെ ഒരു മൂന്നാമത്തെ നീതാനവാനില, പിന്നെ അതുപോലെ അല്ല ഞാൻ എഴുതിയതാണ് ഷാൻ എഴുതിയത്. പക്ഷെ ഞാൻ എഴുതാത്തതും ഷാൻ എഴുതിയിട്ടുണ്ട്. അത് വേണേ പറഞ്ഞോ ഷാൻ. അല്ല ഞാൻ എഴുതിയത് എനിക്കൊരു ഷിവറിങ് പോലെ ഫീൽ ചെയ്തു മോളെ. കാരണം ഒന്ന്, ഇത് ഭയങ്കര ഡെലിക്കറ്റ് ആയിട്ടുള്ളൊരു കമ്പോസിഷനാണ്. വലിയ രീതിയിലുള്ള ഓർക്കസ്ട്രേഷനോ കാര്യങ്ങളൊന്നും, വളരെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ അതിനെ ബാക്ക് ചെയ്ത് പോകുന്ന ഒരു കോമ്പോസിഷൻ. പക്ഷെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുഞ്ഞു ഷിവറിങ് അവിടെ ഇവിടെയും ഒന്ന്, വല്ല ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഇല്ല. തൊണ്ടയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. വെറുതെ ഞാനങ്ങ് ഷിവർ ചെയ്തു. എനിക്ക് ജസ്റ്റ് ആ ഷിവറിങ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് ആ പല്ലവിയിൽ തന്നെ കല്യാണം തരുന്നില്ല റിപ്പീറ്റ് വരുമ്പോൾ കല്യാണമൊക്കെ ഇങ്ങനെ കല്യാണം മുടങ്ങി, കല്യാണം കഴിഞ്ഞു. വേറെ അതർവൈസ് എല്ലാം ശരത്തന്നെ പറഞ്ഞു കഴിഞ്ഞു മോളെ. നൈസ് സിംഗിങ് കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. സർഗ, എന്തോ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. യെസ് ബോസ്. മാർക്ക് ഇപ്പോൾ 8.5 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.7. താങ്ക് യു സാർ. 17.2. ചേച്ചി. ആ ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.